ഡ്രഗ്സ് നിർത്താൻ സൂംബ ഡാൻസ്. ഡ്രഗ്സിനെ പ്രതിരോധിക്കാൻ ദിവ്യൗഷധമായി സൂംബ ഡാൻസ് അവതരിപ്പിച്ചപ്പോൾ ഡ്രഗ്സും ഡാൻസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടല്ലോ. അങ്ങനെയാണ് ഗൂഗിൾ എത്തിച്ചേർന്നത്. ഗൂഗിൾ പറഞ്ഞത് യുണൈറ്റഡ് സ്റ്റേറ്റിൻ്റെ ഒരു പഠന റിപ്പോർട്ടാണ്. ഡാൻസ് മ്യൂസിക് പ്രിഫറൻസ് ഈസ് പോസിറ്റീവ്ലി റിലേറ്റഡ് ടു കാനബിസ്, MDMA ആൻഡ് കൊക്കൈൻ. അത് തമ്മിൽ നല്ല ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ എന്താണ് പോസിറ്റീവ്ലി റിലേറ്റഡ്? പോസിറ്റീവ് ബന്ധമാണ്. അതായത് മ്യൂസിക് ഉണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞ MDMAയും കൊക്കൈനും തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾക്ക് കയറി വരാനുള്ള സാധ്യതയുണ്ട്, കൂടുതലാണ്. ലഹരി ഉണ്ടെങ്കിൽ അവിടെ മ്യൂസിക്കിനും ഡാൻസിനും സാധ്യത കൂടുതലാണ്. നമ്മൾ കാണാറുണ്ടല്ലോ ബാറിൻ്റെ പുറത്തൊക്കെ കുടിച്ചു വന്നവർ ഡാൻസ് കളിക്കാൻ അവർക്കൊരു രസമാണ്. ഇപ്പോൾ അടുത്ത് മാതൃഭൂമിയിലൊരു റിപ്പോർട്ടുണ്ടായിരുന്നു. ഈ MDMA ഒക്കെ പിടിച്ച ആളുകൾ ഹോസ്പിറ്റലിൽ വന്നിട്ടും സ്റ്റേഷനിൽ വന്നിട്ടും ഒക്കെ ഡാൻസ് കളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ ഡാൻസിന് ഒന്നുകൂടെ ഉത്തേജനം കിട്ടും. അതുകൊണ്ട് ഡാൻസ് പാർട്ടികളിലും മറ്റു ഡാൻസ് കളിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കൂടുതലായിട്ട് MDMAയും ലഹരി പദാർത്ഥങ്ങളും കണ്ടുവരുന്നുണ്ട്. ഈ MDMAക്ക് 1985 മുതൽ ഒരു വിളിപ്പേരുണ്ട്. അത് ഡാൻസ് ഡ്രഗ് എന്നാണ്. ഡാൻസ് കളിക്കാനുള്ള ഒരു എനർജി കിട്ടുന്നതായതുകൊണ്ടാണ് ഡാൻസ് ഡ്രഗ് എന്ന് അതിനെ വിളിച്ചത്. അതുപോലെ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി പഠനം നടത്തിയിട്ടുണ്ട്. അവർ പറയുന്നത് മ്യൂസിക്കും ഡാൻസും ഇഷ്ടമില്ലാത്ത ആളുകളേക്കാൾ ഇഷ്ടമുള്ളവർക്ക് 20% ഡ്രഗ്സിലേക്ക് അടുക്കാനുള്ള സാധ്യതകളുണ്ട് എന്നാണ്. മ്യൂസിക്കും ഡാൻസും ശീലമാക്കിയവർക്ക് 20% ഡ്രഗ്സിലേക്ക് അടുക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. ഇതൊന്നും മുസ്ലിം പണ്ഡിതന്മാർ പറഞ്ഞതല്ല, ഇതേതെങ്കിലും ഇസ്ലാമിക കിതാബുകളിൽ എഴുതി വെച്ചതല്ല. സയൻറ്റിഫിക് സ്റ്റഡീസാണ്, അക്കാഡമിക് സ്റ്റഡീസാണ്. ഇതുപോലെ ഡാൻസും ഡ്രഗ്സും തമ്മിൽ എതിരാണ്. ഡാൻസുള്ളിടത്ത് ഡ്രഗ്സ് ഉണ്ടാവില്ല എന്നുള്ള ഏതെങ്കിലും സയൻറ്റിഫിക് സ്റ്റഡീസ് ഉണ്ടോ, അല്ലെങ്കിൽ അക്കാഡമിക് സ്റ്റഡീസ് ഉണ്ടോ? എങ്കിൽ നമുക്കത് അങ്ങനെ അതിൻ്റെ വഴിക്ക് വിടാം. ഇങ്ങനെ ഒന്നുമില്ല എന്ന് മാത്രമല്ല, ഡാൻസും ഡ്രഗ്സും തമ്മിൽ പോസിറ്റീവ്ലി റിലേറ്റഡ് ആണ്. ഒന്നുള്ളിടത്ത് മറ്റത് ഉണ്ടാകും, അതാണ് സാധ്യത കൂടുതൽ എന്ന പഠനം ഉണ്ടായിരിക്കെ പിന്നെ ഈ കുട്ടികളെയും അധ്യാപകരെയും അതിനു വേണ്ടി നിർബന്ധിക്കുന്നത് എന്തിനാണ്? അത് സിലബസിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സ്കൂളുകളിൽ നിർബന്ധമാക്കിക്കൊണ്ട് ഇതിനെല്ലാം മാറി നിൽക്കുന്ന, ഇസ്ലാമികമായി അല്ലെങ്കിൽ മതപരമായ ചട്ടക്കൂടിൽ നിൽക്കുന്ന, മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ സൂക്ഷ്മത പുലർത്തുന്ന ഇസ്ലാമിതര മതക്കാരുമായ ആളുകളും ഇവരെയൊക്കെ ഇതിനു വേണ്ടി നിർബന്ധിക്കുന്നത് എന്തിനാണ്? ഇതൊന്നും പറയാൻ പണ്ഡിതന് അവകാശമില്ല. പണ്ഡിതന്മാർ പള്ളികളിൽ മാത്രം ചടഞ്ഞിരുന്നാൽ മതി, വിദ്യാഭ്യാസ കാര്യത്തിൽ ഇടപെടണ്ട എന്ന് ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവും സ്റ്റേറ്റ് നേതാക്കളുമൊക്കെ ഇങ്ങനെ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? വേറെ ഒരാൾ പറഞ്ഞു, പണ്ഡിതന്മാർ ആവശ്യമില്ലാതെ ഇസ്ലാമിനെ ചെറുതാക്കുകയാണ്. ഇസ്ലാം വിശാലമാണ്. ഇസ്ലാം വിശാലം തന്നെയാണ്. പക്ഷേ വിശാലമാകുന്ന രൂപങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട്, വിഷയങ്ങളുണ്ട്. എന്തിനും അനുവാദം കൊടുത്തുകൊണ്ടുള്ള വിശാലതയല്ല. ചില ലിമിറ്റേഷൻസ് എവിടെയും ആവശ്യമാണ്. പട്ടം ഉയരത്തിൽ പറക്കണമെങ്കിൽ അതിനൊരു കയറ്, ഒരു പിടുത്തം ആവശ്യമുണ്ട്. വാഹനം സ്പീഡിൽ പോകണമെങ്കിൽ അതിന് ബ്രേക്ക് നിർബന്ധമാണ്, ഇല്ലെങ്കിൽ അത് അപകടത്തിലേക്കാണ്. അങ്ങനെയുള്ള ചില ലിമിറ്റേഷൻസോടുകൂടെ വിശാലമായ ഒരു ലോകമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അത് സ്പീക്കറായാലും അതല്ല രാഷ്ട്രീയ തമ്പുരാക്കന്മാരായാലും പാർട്ടി നേതാക്കന്മാരായാലും ആര് തന്നെയാണെങ്കിലും അവർ അവരുടെ പണിയെടുത്താൽ മതി. പണ്ഡിതന്മാർ അവരുടെ പണിയെടുത്തോളും. പണ്ഡിതന്മാർ രാഷ്ട്രീയം പറയരുത്
അവർ വിദ്യാഭ്യാസ കാര്യം ചർച്ച ചെയ്യരുത്, അവർ കിതാബിലുള്ളത് ഖുർആനിലുള്ളത് മാത്രം പറഞ്ഞ് അവിടെ ചടഞ്ഞിരുന്നാൽ മതി എന്ന ധാർഷ്ട്യം അത് അവിടെ വെച്ചാൽ മതി, ഇങ്ങോട്ടെടുക്കേണ്ടതില്ല. പണ്ഡിതന്മാരുടെ ധർമ്മം ഇസ്ലാമിനെതിരെ, സമൂഹത്തിനെതിരെ, സാമൂഹിക ധാർമ്മിക പ്രശ്നങ്ങളിൽ അത് ഇടപെട്ടുകൊണ്ട് പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് ഓരോ പൗരൻ്റെയും ധർമ്മമാണ്. അത് പണ്ഡിതന്മാർ തീർച്ചയായും നിർവഹിക്കുക തന്നെ ചെയ്യും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.